ഹായ് ചങ്ങാതിമാരെ, എംസോൺ വ്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ പത്മിനി കാറ്, നമ്മുടെ സുഹൃത്ത് അജ്മൽക്കായുടെ പത്മിനി കാറ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. നല്ല രസമാണ്. കാരണം പഴയ മോഡലെന്ന് പറയുമ്പോൾ നല്ല എല്ലാം കൊണ്ടും കണ്ടീഷനാണ്. അങ്ങനെ മനോഹരമായ ഒരു കാറ് കാണാനാണ് ഞാൻ ഇന്ന് പോകുന്നത്. നമുക്കിനി അവിടെ എത്തിയിട്ട് അതിൻ്റെ കാറിൻ്റെ ഓരോ ഭാഗങ്ങളും എല്ലാം കാണാം. നല്ല രസമാണ്. ഇതാ നമ്മൾ പ്രതീക്ഷിച്ച പത്മിനി എത്തി. ഇനി പത്മിനിയിലാണ് നമ്മുടെ യാത്ര. അങ്ങനെ പത്മിനിയിൽ കയറി യാത്ര തുടരുന്നു. നമ്മുടെ പത്മിനിയിലെ മനോഹരമായ ഗാനവും കേട്ട് ഇതാ ആദ്യം തന്നെ നമ്മുടെ നാട്ടിലൂടെ ഒരു കറക്കം. ആ കറക്കത്തില് കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ പത്മിനിയിൽ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുവട്ടത്തുള്ള മറ്റുള്ളവർ ഇങ്ങോട്ട് നോക്കുന്ന ഒരു വെറൈറ്റി യാത്രയാണ്. അങ്ങനെ നാട്ടിലൂടെ ആദ്യം കുറച്ച് ടൗണിലൂടെ എല്ലാം ഒന്ന് കറങ്ങിയ ശേഷം ആ യാത്രയ്ക്കൊരു രസം വന്നുകൊണ്ട് എന്ന് നമുക്കൊരു ലോങ് പിടിച്ചാലോ എന്ന് ഞങ്ങൾ ആലോചിച്ച് നേരെ വാഗമണ്. ഇപ്പൊ സമയം ഏകദേശം 6:45 മണിയായി. ആ ഒരു അവസ്ഥയിൽ വാഗമണ് പോയാൽ നല്ല രസമായിരിക്കും. തലേന്നത്തെ മഴ ഉള്ളത് കൊണ്ട് നല്ല തണുപ്പായിരിക്കും. എന്നാൽ ശരി, നേരെ വെച്ച് വിട്ടാലോ വാഗമണിലേക്ക്. നമ്മുടെ നാട്ടിലൂടെ ഒരു കറക്കും. അതിന് ശേഷം വണ്ടിക്കുള്ള ഇന്ധനം നിറച്ച് ടൗൺ കറങ്ങി നേരെ വാഗമൺ ലക്ഷ്യമാക്കി പോവുകയാണ്. അതിലുള്ള യാത്രക്കാരെ കണ്ടില്ലേ? പത്മിനിയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒന്നാണ് ഈ ഗിയർ. ഒരു വെറൈറ്റി അല്ലേ, സാധാ വണ്ടി പോലെയല്ല. ഞാനും മജീക്കായും പത്മിനിയിലെ വാഗമണിലേക്ക് യാത്രയാകാം. അപ്പൊ നമുക്കിന്ന് വാഗമൺ എത്തിയ ശേഷം കാണാം. കൂടെ പോകുന്നത് തിരുന്തേരി കണ്ടതാ. അപ്പൊ പത്മിനിയിലെ ആദ്യത്തെ വാഗമൺ റൈഡാണ്. അപ്പൊ നമ്മളിപ്പം ഏകദേശം തീക്കോയി ടൗണിലേക്ക് എത്തുകയാണ്. വഴിയാണ് നമ്മൾ വാഗമൺ ലക്ഷ്യമാക്കി പോകുന്നത്. അപ്പം അതിമനോഹരമായ ഗാനമൊക്കെ പാട്ടും സാധിക്കുകയാണ്. രാവിലെ തന്നെ വാഗമണിന്റെ ആ മനോഹാരിത ഭംഗി ഒപ്പിയെടുത്തുള്ള പത്മിനി യാത്ര. പത്മിനി കാറിൽ നമ്മൾ യാത്ര അല്ലാതെ ഓർമ്മ വിശ്വസിക്കാനുള്ള ഗിയറാണ്. കണ്ടില്ലേ, ഒരു വെറൈറ്റിയാണ്. അതുതന്നെ ഗിയറിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു പത്മിനി. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ യാത്രയുടെ ഹൈലൈറ്റ്. നമ്മൾ അജീകഥ ഡ്രൈവ് ചെയ്യാണ്. നമ്മളൊക്കെ അത് വീക്ഷിച്ചുകൊണ്ട് പത്മിനിക്കകത്ത് ആ പ്രകൃതി വൈബ് ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. ഇതുപോലുള്ള വെറൈറ്റി വാഹനങ്ങൾ യാത്ര ചെയ്യാൻ പ്രത്യേക ഒരു കൗതുകവും രസവുമാണ്. ഞങ്ങൾ ഈ പോകുന്ന വഴിക്ക് ധാരാളം വാഗമണിലേക്ക് ഒട്ടുമിക്ക സഞ്ചാരികളും ഞങ്ങളെ നോക്കി വീഡിയോ എടുക്കും, സെൽഫി എടുക്കും. നല്ലൊരു ആവേശമായിരുന്നു. രാവിലെ തന്നെയുള്ള യാത്രയിൽ ഒരുപാട് പേര് ടാക്സിക്കാരായിട്ടും ബസ് കണ്ടക്ടർ, ഡ്രൈവർ, ഒട്ടുമിക്ക യാത്രക്കാർ ഞങ്ങളെ കൗതുകത്തോട് നോക്കുന്ന രംഗമാണ് ഞങ്ങൾ കണ്ടത്.
ഹായ് ചങ്ങാതിമാരെ, ഞങ്ങളങ്ങനെ വാഹനം വാഗമണ്ണിൽ ഒരു മനോഹരമായൊരു സ്ഥലത്ത് ഒതുക്കിയിട്ടതിന് ശേഷം ആ വാഹനത്തെ ഒന്ന് വീക്ഷിക്കാൻ ഏകദേശം 1987 അഥവാ എന്നെക്കാട്ടിൽ വയസ്സുള്ള ഒരു മനോഹരമായൊരു വാഹനമാണ്. ആ വാഹനപ്രായം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന പോലെയല്ല, അതിൽ യാത്ര ചെയ്യുമ്പോഴാണ് അതിൻ്റെ രസവും ആ സുഖവും ആ വൈബും നമുക്ക് മനസ്സിലാക്കുന്നത്. കണ്ടില്ലേ, അവൻ ആ നിൽപ്പ് കണ്ടാൽ ആൾ ചെറുതാണെങ്കിലും നല്ല യാത്ര സുഖമുള്ളൊരു വാഹനം കൂടിയാണ്. കണ്ടില്ല, ആ വഴി പോകുന്ന എല്ലാ യാത്രക്കാരും ഞങ്ങളെ ഒരു വട്ടം നോക്കിയതിന് ശേഷമാണ് ആ വഴിയുള്ള ഓരോ യാത്രക്കാരും കടന്നു പോകുന്നത്. അപ്പോൾ തന്നെ ആ വണ്ടിയുടെ മഹത്വവും ആ മേലിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ആൾ ചെറുതാണെങ്കിലും ജഗജില്ലാടിയാണ്. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും കാര്യാട് ടോപ്പ് ലക്ഷ്യമാക്കിയതാ പോകുന്നു. ഹായ് ചങ്ങാതിമാരെ, ഞങ്ങളങ്ങനെ പത്മിനിയിൽ വാഗമണ്ണ് കാര്യ ടോപ്പിലേക്ക് കടക്കുകയാണ്. ഒടുക്കത്ത വൈബാണ്. ഇതുപോലുള്ള വെറൈറ്റി ഓൾഡ് ഈസ് ഗോൾഡ് എന്നാണ്. ഇതുപോലുള്ള വെറൈറ്റി വാഹനത്തിൽ യാത്ര ചെയ്ത് വാഗമണ്ണിൽ എത്തുമ്പോൾ വാഗമണ്ണും സുന്ദരം, നമ്മുടെ വാഹനവും സുന്ദരം. അതാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര ഡബിൾ ഓക്കെ അല്ലേ? സംഗമഗാനം ശാന്തനുംബരമായി. നമ്മുടെ സുഹൃത്തായ അജ്മൽക്കാട് പത്മിനി കാറില് നമ്മൾ അങ്ങനെ വാഗമണ്ണിൽ എത്തിയിരിക്കുകയാണ്. ആ വാഗമണിന്റെ ഓരോ കല്ലും മുള്ളും തിരിച്ചറിഞ്ഞു. അയ്യോ, അല്ല, അതിമനോഹരമായ യാത്രയായിരുന്നു. അപ്പൊ നമുക്ക് നേരെ നമ്മൾ അജ്മൽക്കാട് ചോദിക്കാം. അജ്മൽക്ക, ഈ വാഹനം എടുത്തിട്ട് എങ്ങനെയുണ്ട് അനുഭവം? ഒന്ന് വിശദീകരിക്കോ? അനുഭവം എന്താ, അടിപൊളിയല്ലേ. നമ്മളിങ്ങനെ 10-20-30 കിലോമീറ്റർ സ്പീഡിൽ അങ്ങനെ പഴയ പാട്ടൊക്കെ ആയിട്ട് വൈഫായിട്ട് മഴയും തുറന്ന് മഴയൊക്കെ നനഞ്ഞ് AC ഇല്ല, പ്രകൃതി അറിഞ്ഞുള്ള യാത്രയല്ലേ, എയർ ബാഗ് ഇല്ല കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പോയി സീറ്റ് സൈഡ് ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. അതൊക്കെ ഒരു വെറൈറ്റി. കാറിനൊരു കമ്പ് വരാൻ കാരണം എന്താ? പഴയതല്ലേ. നമ്മള് ഒരു 10-50-40 ലക്ഷം രൂപയ്ക്ക് ഒരു ബെൻസോ BMW മേടിക്കുന്നതായത് നമുക്ക് ഇതല്ലേ ഉള്ളൂ. പിന്നെ നമ്മളിങ്ങനെ ചിരിച്ചൊക്കെ ഇങ്ങനെ കൊതിയോളം, അതാണ് 4 പേര് കൊതിയോളം നോക്കണം. അതെ, രാവിലെയുള്ള ആ വാഗമൺ യാത്ര നല്ല രസമാണ്. കുട്ടികളുടെ അഭിപ്രായം എങ്ങനെയാ? നിങ്ങക്ക് യാത്ര നേരങ്ങല്ലേ, നമുക്ക് എല്ലാ ദിവസം പറഞ്ഞേ. അപ്പൊ വാഗമണ്ണപ്പോ തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? തണുപ്പുണ്ടോ? ഹായ് ചങ്ങാതിമാരെ, കുട്ടികളുമായിട്ടുള്ള അതിരാവിലെയുള്ള മനോഹരമായ പത്മിനിയുള്ള യാത്ര എങ്ങനെയുണ്ട്? പൊളിച്ചില്ലേ? അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോ വരുന്നവർ ചെറിയ പേർക്ക്. നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ വരുന്നവർ ചെറിയ ബ്രേക്ക്. ഓക്കെ, താങ്ക് യു.